നമസ്കാരം. എന്തുണ്ട് വിശേഷം? ഞാൻ നിങ്ങളുടെ ലൈഫ് ഗുരു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അഡിക്ഷനെ പറ്റിയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന പരിപാടിയാണ്. അത് മാത്രമല്ല സോഷ്യൽ മീഡിയ അഡിക്ഷൻ. ഞാൻ പറയാം, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് സ്കാമേഴ്സായി മാറിയിരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? എല്ലാവരെയും കുറിച്ചല്ല കേട്ടോ പറയുന്നത്, കുറച്ച് പേരെങ്കിലും ഈ സ്കാമിങ് പണി ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? ആദ്യം നമുക്ക് ഈ ഇൻഫ്ലുവൻസേഴ്സിനെ 4 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം അല്ലേ. ഫുഡ് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഉണ്ട്, ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ഉണ്ട്, അതും അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിൽ കൂടുതലും സ്കാമേഴ്സ് ആയിട്ട് മാറുന്നത് ഈ പറഞ്ഞ ഫുഡ് വ്ളോഗേഴ്സും അതേപോലെ ബ്യൂട്ടി വ്ളോഗേഴ്സും ആണെന്ന് ചില സ്ഥലങ്ങളിൽ എനിക്ക് തോന്നാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വ്ളോഗേഴ്സൊക്കെ അവരെ പാഷനാണ് കോണ്ടന്റ് ക്രിയേഷൻ. അങ്ങനെ അവരെ തുടങ്ങുന്നു, അവരൊരു ഫാമിലീനെ ബിൽഡ് ചെയ്യുന്നു. അങ്ങനെ ആ ഫാമിലീനെ ബിൽഡ് ചെയ്തതിന് ശേഷം സ്വാഭാവികമായും അവരെ ബ്രാൻഡ്സ് അപ്രോച്ച് ചെയ്യും പ്രൊമോഷൻസ് വേണ്ടി. പക്ഷെ അങ്ങനെ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് അവർ ഫേക്ക് പ്രൊമോഷൻസ് വെറും കാശിന് വേണ്ടി ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഒരു 2 to 3 days മുമ്പ് തന്നെ ഒരു റീല് കണ്ടതാണ്. റീൽ ഓർ യൂട്യൂബ് ഷോർട്സ് ആയിട്ടോ, അത് യൂട്യൂബ് ഷോർട്സ് ആണെന്ന് തോന്നുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്നാൽ പോലും എനിക്കറിയില്ല. ഒരു സെലിബ്രിറ്റി നോർമലി യൂസ് ചെയ്യുന്നത് ഹൈ സ്റ്റാൻഡേർഡ് പ്രൊഡക്ട്സ് ആണ്. പക്ഷെ ഇപ്പോൾ അവരെന്തോ ഒരു പേഴ്സണൽ യൂസിന് വേണ്ടി അവർ ലോക്കൽ ബ്രാൻഡ്സിനെ വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ നമ്മൾ യൂസ് ചെയ്യാത്തൊരു സാധനം നമ്മളെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുക? നമുക്ക് തന്നെ പറയാൻ പറ്റും, കുറേ ബേബി പ്രൊഡക്ട്സ് വരെയുണ്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ആ ബേബി പ്രൊഡക്ട്സിൻ്റെ ഫ്രണ്ടിലുണ്ടാവും നോ ഷുഗർ, നോ പാം ഓയിൽ, നോ റിഫൈൻഡ് ഓയിൽ, നോ ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിലേക്ക് വായിക്കുന്ന സമയത്ത് നോ വൈറ്റ് ഷുഗർ, വെള്ള നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചാരപ്പൊടി ഉണ്ടാവില്ല, ബട്ട് ദർ ഇസ് അൺറിഫൈൻഡ് ഷുഗർ. അതും കുട്ടികൾക്ക് പറ്റത്തില്ല. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അൺറിഫൈൻഡ് ഷുഗറും പറ്റത്തില്ല. അൺറിഫൈൻഡ് ഷുഗർ എന്ന് പറയുമ്പോൾ വെള്ളപ്പൊടി ആക്കാതെ അതിൽ കുറച്ച് ഫൈബർ കണ്ടന്റ് കൂടുതലായിരിക്കും. ബാക്കി എല്ലാ കണ്ടന്റും സെയിം തന്നെയാണ്. അപ്പോൾ ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് അഡൾട്ടിന് വൈറ്റ് ഷുഗർ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ അൺറിഫൈൻഡ് ഷുഗറാണ്. പക്ഷെ കുട്ടികൾക്ക് അൺറിഫൈൻഡ് ഷുഗർ അടങ്ങിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ അത് പാൻ കേക്ക് മിക്സോ എല്ലാം പ്രശ്നമാണ്. അത് ഷുഗർ തന്നെയാണ്. ജാഗ്രി യൂസ് ചെയ്യുന്നത് ഷുഗർ തന്നെയാണ്. 2 years ബിലോ ഉള്ള കുട്ടികൾക്ക് ഷുഗർ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത്, പക്ഷെ ഇതിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ടാവും നോ ഷുഗർ. നമ്മളത് കണ്ട് വാങ്ങിക്കും. ഇറ്റ്സ് എ ഫേക്ക് പ്രൊമോഷൻ ആക്ച്വലി. അല്ലെങ്കിൽ അവർ സ്പെസിഫൈ ചെയ്ത് പറയണം നോ വൈറ്റ് ഷുഗർ. അതൊരു ബേബി പ്രൊഡക്റ്റ് ഒരു ചെറിയ എക്സാമ്പിൾ മാത്രം. ഇനി ഫുഡ് ബ്ലോഗേഴ്സിലേക്ക് വരാണെങ്കിലോ അവരെ മെയിൻ പണി എന്ന് പറയുന്ന ഓരോ ഫുഡ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്നുള്ളതാണ്. ഇറ്റ്സ് വെരി ഗുഡ്, നല്ലതാണ്. നമുക്കറിയാത്ത കാഫേ, നമുക്കറിയാത്ത ഹോട്ടൽ, നമുക്കറിയാത്ത ഫുഡ് അവർ പറയുന്ന എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ട്രൈ ചെയ്യാൻ പോകും. പക്ഷേ കൊള്ളാത്തൊരു ഫുഡ് നല്ലതാന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്, എത്ര ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. പോയി പെട്ടതാണ്, അനുഭവം കൊണ്ട് പറയാണ്. പക്ഷെ എന്നാലും ഇവരെ ഈ വാക്കുകളിലെ അത്ര അവതരണ ശൈലിയായിരിക്കും, അത്രയും വാക്കുകൾ മിക്സ് ചെയ്തിട്ടായിരിക്കും പറയുക. എന്തായാലും ഇത് കാണുന്ന ഒരു 100-200 ആൾക്കാർ ഒരു 30-35 പേരെങ്കിലും ഇത് പോയി വാങ്ങിക്കും പെടും. അതിനൊരു എക്സാമ്പിൾ തന്നെ ഞാൻ പറഞ്ഞത് നമ്മളെ കോഴിക്കോട് ബീച്ചിൽ ഒരു കുറച്ച് മുന്നേ, അത്ര മാസങ്ങൾക്ക് മുന്നേ അല്ല കുറച്ച് മുന്നേ തന്നെ ഒരു കൂന്തൽ നിറച്ചതുണ്ടായിരുന്നു. ഭയങ്കര വൈറലായി. പക്ഷെ അത് ട്രൈ ചെയ്യാൻ പോയ മിക്ക ആൾക്കാരും പറഞ്ഞത് ഇറ്റ്സ് എ വൺ ട്രൈ, ഇത്ര ഹൈപ്പിന് മാത്രമുള്ളതൊന്നും ഇല്ല, ഇത്ര റേറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷെ കുറച്ച് ഇതേപോലെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് പോയി ആ സ്ഥലം ഒന്ന് ട്രെൻഡ് ചെയ്തു. ലോങ് ക്യൂ ആയിരുന്നു റോഡിൽ ആ ഒരു കടക്ക് മുന്നിൽ. ഇപ്പോൾ ആ ട്രെൻഡ് കഴിഞ്ഞു. ഇപ്പോൾ ആ കടക്ക് മുന്നിൽ ആരുമില്ല. ഇപ്പോഴാണ് ശരിക്കും കൂന്ത സീസൺ വരുന്നു തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ ആ കൂന്ത നിറച്ചത് പണ്ടേ ഉണ്ടായിരുന്നതാണ്. ആ കൂന്ത നിറച്ചത് അവിടെയുള്ള ആൾക്കാർക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷെ 2-3 ആൾക്കാർ വീഡിയോ ചെയ്തു, പിന്നെ നാട്ടുകാരെല്ലാം വരുന്നു. പക്ഷെ ട്രൈ ചെയ്ത മെജോറിറ്റി ആൾക്കാരും പറഞ്ഞാൽ ഇറ്റ്സ് എ വൺ ട്രൈ. അപ്പം എന്തായി, ബാക്കിയുള്ള ഇതിന് മുന്നേ വീഡിയോ ചെയ്ത ആൾക്കാരെ വാക്ക് കേട്ട് വിശ്വസിച്ച് പോയതാണ്. പല ദൂരത്തുനിന്ന് കൊയിലാണ്ടി എന്നൊക്കെ വരുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു ഇത് ട്രൈ ചെയ്യാൻ മാത്രം അത്രയും ക്യൂവിൽ നിന്നത്. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പം ഇറ്റ്സ് വൺ ട്രൈ. ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല, നമ്മൾ കഴിച്ചത് എന്തായാലും നമുക്ക് ഫീൽ ചെയ്തതുണ്ട്, അത് അവർക്ക് പറയാം. അതാണ് പറയേണ്ടത്, ജെനുവിൻ റിവ്യൂ. ഇപ്പം നമുക്ക് സ്കിൻ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് അവർ യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ വിത്തിൻ 1 or 2 അല്ലെങ്കിൽ 1 week കൊണ്ടൊന്നും മാക്സിമം നമ്മുടെ സ്കിന്നിൽ ഒരു എഫക്റ്റും വരില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നുക 1 week ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വിസിബിൾ റിസൾട്ടൊന്നും നമ്മളെ ഫേസിൽ കാണത്തില്ല. അത് മിനിമം ഒരു 1 to 3 months എടുക്കും.
കൺസിസ്റ്റൻ്റ് ആയി ഒരു 1 ഇയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ സൈഡ് എഫക്ട്സ് എന്താ, ഒരു പ്രൊഡക്റ്റിൻ്റെ നല്ല എഫക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർലി വിസിബിൾ ആവും. എന്തായാലും 1 ഇയർ വെയിറ്റ് ചെയ്യാനൊന്നും പറഞ്ഞില്ല, അറ്റ്ലീസ്റ്റ് ട്രൈ ദം ഫോർ 1 മന്ത് എന്നിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതല്ലേ നല്ലത്. ഇത് അവർക്ക് ഇപ്പം കൂടുതലായിട്ടും എല്ലാവരും ഹെൽത്ത് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് കൂടുതലായിട്ടും വരുന്നത് ഈ ആപ്പിൾ സിഡർ വിനെഗർ അല്ലെങ്കിൽ വിശപ്പടക്കാനുള്ള അങ്ങനത്തെ കുറേ സംഭവങ്ങൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് വരുന്നതൊക്കെ. അപ്പം അതും ഇതുപോലെ തന്നെ ആരും ട്രൈ ചെയ്ത് നോക്കാതെ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ ടി വിയിൽ പരസ്യം കാണുന്ന പോലെയാണ് ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ പെയ്ഡ് പ്രൊമോഷൻസ് ആഡ്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് സിനിമയിൽ അല്ലെങ്കിൽ ടി വിയിൽ കണ്ടുവരുന്ന ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സെലിബ്രിറ്റീസാണെന്ന് അറിയാം അല്ലേ. പക്ഷേ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മളാണ് സെലിബ്രിറ്റി ആക്കിയത്. നമ്മൾ അവരെ ഡേ ടു ഡേ കണ്ട് ഇങ്ങനെ വരുമ്പം അവരറിയുന്നുണ്ടാവില്ല, പക്ഷെ നമുക്ക് അവരൊരു ഫാമിലി മെമ്പർ പോലെ തോന്നും. അങ്ങനെ ആ ഒരു രീതിയിലുള്ള കണക്ഷനാവും അവരോട്. അപ്പം നമുക്കറിയാം അവരെ എഴുതി കാണിച്ചിട്ട് പെയ്ഡ് പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അടിയിൽ കൊടുത്തിട്ടൊക്കെ ഉണ്ടാവും ഡിസ്ക്ലെയിമർ. പക്ഷെ നമുക്കും അറിയാം അത് പെയ്ഡ് പ്രൊമോഷൻ ആണ്. പക്ഷേ ഇവരെങ്ങനെ പറയുമ്പം അല്ല അങ്ങനത്തെ ഒരു രീതി ഓഫ് ക്രിയേഷൻ, അല്ലാതെ നമ്മൾ ആഡ് പോലെയൊന്നും അല്ലല്ലോ ഉള്ളത്. സോ അവരൊരു ക്രിയേഷൻ അറിയാതെ നമ്മളെ മൈൻഡിലേക്ക് ഇത് സ്റ്റിക്കാവും. പിന്നെ നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലും മൈൻഡ് ബ്രെയിനെ കൂടി ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ആ സാധനം നമ്മൾ പർച്ചേസ് ചെയ്യിപ്പിക്കും. പിന്നെ ഇപ്പം നമ്മൾ ഒന്നും കൂടി ഇതിലേക്ക് അഡിക്റ്റ് ആവാൻ കാരണം UPI ബാങ്ക് അല്ലേ, നെറ്റ് ബാങ്കിങ്, അതും ഒരു ഭയങ്കര പ്രശ്നമാണ്. പണ്ട് കാലത്ത് ഇപ്പോൾ ഡ്രസ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒക്കേഷൻ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ആ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റോറിലേക്ക് പോവുക. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, നമ്മൾ വെറുതെ ഇരുന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്തും അല്ലേ നമ്മളെ മുന്നിലേക്ക് ഡ്രസ്സ് അല്ലെങ്കിൽ ജ്വല്ലറീസ് ഒക്കെ വരികയാണ്. അപ്പോൾ ഇതേപോലെ നമ്മളെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കളക്ഷൻ ഉണ്ടാവില്ല. നമുക്ക് ആവശ്യമുണ്ടോ ആവശ്യമില്ലെന്നൊന്നും നമ്മൾ ചിന്തിക്കൂല. നമുക്ക് അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ ഇത് ഇത്ര പൈസ അല്ലോ, ഇനിയിപ്പോൾ ഒരു ഒക്കേഷൻ വരാണെങ്കിൽ അപ്പം നമുക്കത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴേ വാങ്ങി സ്റ്റോക്ക് ചെയ്യും. ഞാനൊക്കെ അങ്ങനെ ആ ഒരു പെട്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ പോലും നമുക്ക് എന്താ പറയുക ഈ സ്കാം പെട്ടു പോവാണ്. നമ്മളെ പ്രഷ്യസ് ആയിട്ടുള്ള മണിയും പ്രഷ്യസ് ആയിട്ടുള്ള ടൈമും കാരണം ഒന്നും നമുക്കൊരു ഉപയോഗം ഇല്ലേ തരണം. പക്ഷെ ഉപയോഗം വരുന്ന എത്രയോ നല്ല വീഡിയോസ് ഉണ്ട്. നമ്മളിപ്പോൾ കുട്ടികളോട് പറയും മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വേൾഡാണ് ഫിംഗർ ടിപ്സിൽ അല്ലെ, ഭൂമി നമ്മുടെ കൈക്കുമ്പിലുണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടെത്താൻ പറ്റും. പക്ഷെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം എന്ന് നമ്മൾ കുട്ടികളോട് പറയാനുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഷോർട്സ്, റീൽസ് എന്ത് കാണുകയാണെങ്കിലും നമ്മൾ ഇതെന്തിനാണ് കാണുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് എന്താ ഉപയോഗം ഉണ്ടായി, ഈ വീഡിയോ നമ്മളൊന്ന് ചിന്തിപ്പിച്ചോ. അല്ലെങ്കിൽ ഇപ്പോൾ ഫുഡ് വ്ളോഗ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ അതിലെ റെസിപ്പി അത് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം, ട്രൈ ചെയ്യാം, ഇറ്റ്സ് ഗുഡ്. നമുക്കൊരു മെറിറ്റ് അതൊന്നും കിട്ടുന്നുണ്ട്. അതല്ല ഒരാളെ ഡെയിലി വ്ളോഗ് കാണുന്ന വെച്ചാൽ ഇൻസ്പയറിങ് വ്ളോഗല്ലേ, നമുക്ക് അതുകൊണ്ട് ഇൻസ്പയർ ചെയ്യാം. അതല്ല എന്തെങ്കിലും മോട്ടിവേഷണൽ വ്ളോഗ് നമുക്കത് മോട്ടിവേറ്റഡ് ആവാം. അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര സങ്കടപ്പെട്ടിട്ടാണെങ്കിൽ ചില ആൾക്കാർക്ക് നമ്മൾ ചിരിപ്പിക്കാനുള്ള കഴിവുണ്ട്. സോ നമുക്ക് എൻ്റർടൈൻ, നമ്മളൊന്ന് ചിരിപ്പിക്കാം, ചിന്തിപ്പിക്കാം, അങ്ങനെയുള്ള വ്ളോഗ്സൊക്കെ കാണുക. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മെറിറ്റ് ഈ കണ്ടതുകൊണ്ട് ഉണ്ടായോ നമ്മൾ ചിന്തിക്കണം. അല്ലാതെ വെറുതെ നമ്മളെ സമയം കൊടുത്ത് കളയുന്നത് എന്തിനാണ്? ദേ ആർ ബിൽഡിങ് ദെയർ സോഴ്സ് ഓഫ് ഇൻകം. അവരുടെ പാഷൻ ആണെങ്കിൽ പോലും ഇപ്പം മിക്ക ആൾക്കാരും വെച്ചാൽ സോഴ്സ് ഓഫ് ഇൻകം, ഒരു സൈഡ് ബിസിനസ്സാണ് അവർ ചെയ്യുന്നത്. അവർക്ക് വേറൊരു ജോലി ഉണ്ടാവും, ഒരു സൈഡ് ബിസിനസ്സായിട്ട് ഇത് ചെയ്യുന്നുണ്ടാവും. ഇപ്പം കണ്ടുവരുന്ന വേറൊരു ട്രെൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, മിക്ക ഇൻഫ്ലുവൻസേഴ്സും ദേ ബിൽഡ് ഫാമിലിയിൽ അവരവർ ഫാമിലി ചെയ്തതിന് ശേഷം അവരവരുടെ ഡ്രീം ആയിട്ടുള്ള ബ്രാൻഡ് പുറത്തേക്ക് റിലീസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ ക്ലോത്ത് സ്റ്റോറാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ദെൻ ചില ആൾക്കാർ ഈ പറഞ്ഞ ഡയറ്റ് ട്രാൻസ്ഫോർമേഷൻ നടന്നു, ഡയറ്റ് പ്ലാൻസ് കൊണ്ടുവരുന്നു. അതല്ല ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ ജ്വല്ലറി ബ്രാൻഡ്സ് കൊണ്ടുവരുന്നു. സോ എല്ലാവരും ബിസിനസ്സിലേക്ക് സ്റ്റെപ്പ് ഓൺ ചെയ്യണം. അതായത് അവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയതിന് ശേഷം, കുറച്ച് ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയതിന് ശേഷം ദേ ആർ ടേണിങ് നിങ്ങളെ അവരെ കസ്റ്റമേഴ്സ് ആക്കി മാറ്റാണ് വിത്തൗട്ട് എനി പരസ്യം. ഒരു പരസ്യം ഇല്ലാതെ നിങ്ങളെ ഫോളോവേഴ്സ് എന്നുള്ള രീതിയിൽ അവർ കസ്റ്റമേഴ്സ് ആക്കി മാറ്റാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ അവരെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് അവരുടെ ഡെയിലി വ്ളോഗ്സ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡെയിലി അപ്ഡേഷൻ ഇപ്പോൾ അവർ പറയും ഓക്കെ ഇന്നൊരു കളക്ഷൻ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, നമ്മളെ പേജിൽ പോയി ചെക്കൗട്ട് ചെയ്ത് വരുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ആ ഡ്രസ്സുകളൊക്കെ ഒന്ന് കാണാൻ വരുമ്പോൾ, പക്ഷെ ആ കാണിക്കുന്ന ഡ്രസ്സിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മൈൻഡിൽ അത് സ്റ്റിക്കായി ഇതെനിക്ക് ഇഷ്ടമായി, പിന്നെ നമ്മളിങ്ങനെ ആലോചിക്കും ഇത് വാങ്ങിയാലോ, എന്നാലും അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഇത് വാങ്ങണം എന്നുള്ളൊരു ത്വര നമുക്ക് അറിയാതെ വരും. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും വാങ്ങും, അടുത്ത പരിപാടിക്ക് ഇത് എടുത്ത് വെച്ചാൽ നമുക്ക് എടുക്കാൻ ഇത്ര കുറവിൽ ഇനി കിട്ടൂല,
നല്ല പീസല്ലേ, നല്ല കളക്ഷൻ അല്ലേ, അങ്ങനെ നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കും ഇത് എനിക്കിപ്പോൾ വേണം, ഇതിപ്പോൾ വാങ്ങണം, ഇതിപ്പോൾ ആവശ്യമുള്ള കാര്യമാണ്. അങ്ങനെ പിന്നെ UPI കൂടിയല്ല നമ്മൾ, കാരണം മറ്റേതാണ് ഈ പുറത്ത് പോകുമ്പോൾ വി ഹാവ് എ ബഡ്ജറ്റ്, അത്ര പൈസ നമ്മൾ കൈ കരുതത്തുള്ളൂ. സോ ആ ബഡ്ജറ്റിനുള്ളിൽ ഇത്രയും സാധനങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ബഡ്ജറ്റ് എന്നുള്ളതൊക്കെ ഉണ്ടാവും. ഇത് അക്കൗണ്ടിലുള്ളപ്പോൾ എല്ലാ ആൾക്കാരും എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, എല്ലാ ആൾക്കാരും ലൈക്ക് എന്തെങ്കിലും കുറച്ച് സേവിങ്സ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അത് നമ്മൾ ആവശ്യമില്ലാത്ത, ഇപ്പം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കും. സോ അങ്ങനെ ചിലവാക്കേണ്ട ആവശ്യമില്ല അല്ലേ, അങ്ങനെ ചിലവാക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ വാങ്ങിയാൽ പോരെ. അപ്പോൾ ഞാൻ ഈ ട്രാപ്പ് പെട്ടതാ. അപ്പം ഞാൻ ഈ ട്രാപ്പിൽ നിന്ന് പുറത്ത് വരാൻ നോക്കുമ്പോൾ ഇത് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് വേണം. നമ്മൾ എംപവർ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് കാണുമോ, അത് ചെയ്യുമോ, ഇറ്റ്സ് ഗുഡ്. അല്ലാതെ വെറുതെ ഒരാൾ എണീക്കുന്നത് ഇത്ര മണിക്കാണ്, അല്ലെങ്കിൽ കിടക്കുന്നത് ഇത്ര മണിക്കാണ്, ഇന്ന വീട്ടിൽ ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു, അതൊക്കെ നമുക്ക് എന്ത് ഉപയോഗമല്ല. നമ്മളെ മക്കൾക്ക് അതിന് 2 നല്ല അക്ഷരം പറഞ്ഞു കൊടുക്കാനുണ്ടോ, നമ്മളെ കൂടെ ഉള്ളവർക്ക് 2 നല്ല അക്ഷരം പറഞ്ഞു കൊടുക്കാനുണ്ടോ, നമുക്ക് സൊസൈറ്റിയിൽ അത് എന്തെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ടോ, ഇല്ല. അപ്പം നമ്മളൊരു വീഡിയോ കാണുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക ഈ വീഡിയോ. ഇപ്പം നമുക്ക് ഫ്രീ ടൈമാണ്, അല്ലെങ്കിൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്യണം, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ കാണാം, ഒരു പ്രശ്നവുമില്ല, വീഡിയോ കാണണം. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രശ്നമൊക്കെ എന്താ, ഇതൊന്ന് തുടങ്ങിപ്പോയാൽ ഞാനടക്കം ഇപ്പം പഠിക്കുന്ന ഇടയിൽ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്താൽ ഞാൻ പിന്നെ ഇത് ഇങ്ങനെ തോണ്ടിയിരിക്കും. എൻ്റെ ഉമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചുറ്റിലും കാണും. അപ്പോൾ എല്ലാവരും ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ അതാണ് പരിപാടി. അപ്പോൾ ഈ സ്ക്രോൾ ചെയ്യുന്നതിന് കൂടെ നമ്മൾ കുറേ ഓൺലൈൻ പർച്ചേസിങ് ഉണ്ടാക്കും, കുറേ റീൽസ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ബാക്കിയുള്ളവരെ അപ്ഡേറ്റ് ചെയ്യാൻ ഭയങ്കര രീതിയിൽ പ്രോത്സാഹിക്കുകയും ചെയ്യും. അപ്പം എപ്പോഴും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ ആലോചിക്കുക, നമ്മൾക്ക് ഇതിപ്പോൾ ആവശ്യമുണ്ടോ. ഇപ്പം എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും, ഒരു ഡ്രസ്സ് വാങ്ങുന്നത് വരെ, ഇപ്പോൾ ഇന്നലെ വരെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തൊക്കെ പറയണം പോയിൻറ്റ്സ്, കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ആ ഒരു ഇത് എങ്ങനെ ഒരു കണ്ടിന്യൂൻസി കിട്ടുന്നില്ല. അപ്പോൾ എന്തൊക്കെ പറയണം, എങ്ങനെയൊക്കെ പറയണം, ഇങ്ങനെ ആലോചനയിലേക്ക് ചടപ്പ് പിടിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് വീണ്ടും ഈ പറഞ്ഞ പോലെ ബോറടി വച്ചാണ് ഇൻസ്റ്റാഗ്രാമിൽ തുറന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തുറന്നപ്പോൾ ഇതേപോലെ ഒരു പ്രൊമോഷനായിട്ടല്ല, ലൈക്ക് ഒരു ഷോപ്പിൽ എന്തോ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, ഇത്ര പെർസെൻറ്റേജ്, കുട്ടികൾക്കൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല ക്യൂട്ട് ഡ്രസ് 200 rupeesനേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ്, ഫസ്റ്റ് ഫ്ലോർ ഫുൾ 200 rupees എന്നൊക്കെ പറഞ്ഞ് നല്ല കളക്ഷൻസ് ഒക്കെ കാണിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ എനിക്കൊരു മോളുണ്ട്, അപ്പോൾ അവൾക്ക് നല്ല കളക്ഷൻസ് കണ്ടപ്പോൾ അവൾക്ക് എടുക്കാം, അവൾക്ക് ഇപ്പോൾ ഡ്രസ്സിൻ്റെ ഒരു ആവശ്യമില്ല. വീണ്ടും ഞാൻ പറയണം, മൈൻഡ് അതിലേക്ക് ട്രാപ്പ് ആവുന്നത് പറയണം. അപ്പോൾ ഞങ്ങൾക്ക് കോഴിക്കോടാണ് സ്ഥലം, നമ്മൾ പോകുന്ന വഴിക്കാണ്, അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം എന്നുള്ള രീതിയിലൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടോ, കളക്ഷൻസിനൊന്നും പറയാം, നല്ല കളക്ഷൻസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാതിരിക്കുകയാണ്, അത് ഞാൻ ആലോചിച്ച് ചിരിച്ച. പിന്നെ അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഞാൻ വെറുതെ എൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയപ്പോൾ ഇതേപോലെ കുറച്ച് ആൾക്കാർ അവിടെ പോയി. അപ്പം പറയുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ഫുൾ 500 above ഒന്നുമില്ല, 500 above ഫുള്ളുള്ള 200 റേഞ്ച് അല്ലെങ്കിൽ 500 ബിലോ ഒന്നും അവിടെ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇത് പറ്റിക്കലല്ലേ. നമ്മളിപ്പോൾ എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പോയല്ലോ, അല്ലെങ്കിൽ ഇത്രയും ഡ്രസ്സസ് അവിടെ നിന്ന് നോക്കിയില്ല, ഇനി നമ്മൾ എടുക്കാതെ വന്നാൽ അവർക്ക് എന്തെങ്കിലും പോകുമ്പോൾ വിചാരിച്ചിട്ട് ആവശ്യമുള്ളതാണെങ്കിൽ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ വെറുതെ അവിടെ നിന്ന് ഡ്രസ്സ് എടുത്ത് തിരിച്ചു തരും. പിന്നെ വീട്ടിൽ വന്നിട്ട് റിഗ്രറ്റില്ല, ഭയങ്കര കുറ്റബോധമായിരിക്കും, ഇതിപ്പോൾ എന്തിനാ വാങ്ങിയത്, വാങ്ങണമായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങളടുത്ത് ഇങ്ങനെ പറയാൻ, അങ്ങനെ പോരുത്. നമ്മൾ ഒരു സാധനം ചെയ്യുമ്പോഴല്ലേ, ഒരു വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഫേക്ക് പ്രൊമോഷൻസ് ചെയ്യുമ്പോഴൊക്കെ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് റിസർച്ച് ചെയ്തിട്ട് പോകാവൂ. അങ്ങനെ ആ ഒരു കണ്ടന്റ് പറയാൻ ഒരു വീഡിയോ ചെയ്യാൻ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വീണ്ടും എൻ്റെ മൈൻഡ്, കാരണം ഇതിലേക്ക് നമ്മൾ അഡിക്റ്റഡായി. പണ്ടൊക്കെ ഒരു ആവശ്യം വരുമ്പോഴല്ലേ ഈ ഡ്രസ്സിൻ്റെ ഷോപ്പിൽ അല്ലെങ്കിൽ ജ്വല്ലറി ഷോപ്പിൽ, ഇന്നിപ്പോൾ ആവശ്യമില്ല. അവരാവശ്യത്തിന് അവർ നമ്മളെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുക, അറിയാതെ കണ്ണുടക്കിയോ പിന്നെ അത് വീട്ടിലേക്ക്, പിന്നെന്താ അങ്ങനത്തെ ഒരു പ്രശ്നം. അപ്പം അത് ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോൾ സ്കിന്നിൻ്റെതായാലും അല്ലെങ്കിൽ പറയുന്ന പോലെയുള്ള ഡയറ്ററി സപ്ലിമെൻറ്റ്സ് ഒക്കെ ആയാലും ഭയങ്കര റിസർച്ച് ചെയ്തിട്ട് വാങ്ങുക. അല്ലെങ്കിൽ ഇതിന് മുന്നേ ഉണ്ടായില്ലേ ഫേസ് ക്രീം ഉപയോഗിച്ച് കിഡ്നി ഡിസീസ്, അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല. കുറച്ച് കഴിഞ്ഞ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹെൽത്തിൽ ഇത് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് ഹെൽത്തിന് എത്രത്തോളം ഗുണമാണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയത്തുള്ളൂ. സോ ഒന്നും യൂസ് ചെയ്യാത്ത വെറും പരസ്യമായിട്ട് പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ വിശ്വസിക്കരുത്. അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ റീൽസൊക്കെ കാണുമ്പോൾ ഇപ്പം കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു കോണ്ടന്റിനേക്കാളും കൂടുതൽ ഫുൾ പ്രൊമോഷൻ വീഡിയോസാണ് വരുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരാ ഒരു
സെല്ലിങ്, പാക്കേജിങ്, ഡിസ്പാച്ചിങ് ഇതൊക്കെ കാണിക്കുകയാണ് ചെയ്യുന്നത് കൂടുതലായിട്ടും കാണുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയും ഈ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്ളോഗ്സ് ഒക്കെ കാണാൻ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ പിക്ക് ഔട്ട് ദ സുപ്പീരിയർ വൺ. അങ്ങനെ ഒന്ന്, കാരണം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നീണ്ടെടുക്കുന്ന വ്ളോഗ്സ് ഉണ്ട്. സോ നമ്മളറിയാതെ ഏറ്റവും സ്ട്രെസ് നമ്മൾ ആ ഒരു മണിക്കൂർ പോയി കിട്ടാണ്. നമുക്കതൊന്നും ഒരു ഗുണം ഉണ്ടാവുകയാണെങ്കിൽ എപ്പോഴും ഗുണമുള്ള വീഡിയോസ് കാണാൻ നോക്കുക, അല്ലെങ്കിൽ ഗുണമുള്ള ഷോർട്സ് കാണാൻ നോക്കുക. നിങ്ങൾ അത് ഒരു രീതിയിൽ ബെനിഫിറ്റ് ചെയ്യണം, ഫേക്കിൽ പോയി പെട്ടരുത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളെ ബേബി പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്താ ബേബി പ്രൊഡക്ട്സിനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഈ ബേബി ക്രീം അല്ലെങ്കിൽ ഫെയർനെസ് ക്രീം, അതല്ല ബേബി മസാജ് ഓയിൽ അല്ലെങ്കിൽ ബേബി ഹെയർ ഓയിൽ, ലിപ് ബാം, അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പം നമ്മളെ ബേബീസിൻ്റെ ഒക്കെ പരസ്യം കുറച്ചും കൂടി വരുമ്പോൾ ഈ അമ്മമാർക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇവന്തോ ഇതൊന്നും കെയർ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ പണ്ടത്തെ പോലെ വന്ന് പറയും, എന്നാൽ ആ ഹെയർ ഓയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ മുടി വന്നാൽ എത്ര റിവ്യൂസ് ഉള്ളതല്ലേ, നമ്മൾ ചിലപ്പോൾ വാങ്ങി ട്രൈ ചെയ്യും. അപ്പം ആവശ്യമുള്ള സാധനങ്ങൾ, ഒരു സാധനം വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോഴോ ഒക്കെ അത് അനലൈസ് ചെയ്യുക എപ്പോഴും. ഇതിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്തൊക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ ഈ റീൽസ് കണ്ടതുകൊണ്ട് എന്ത് ഗുണം ഉണ്ടായി. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. എന്നാൽ ശരി. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം അതിനെപ്പറ്റി നമ്മളൊന്ന് ബോധവാന്മാരായിരിക്കുക. അതിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇതെന്തൊക്കെയാണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത്, നമ്മളെ സ്കിന്നിൽ എന്തൊക്കെ മാറ്റാൻ വരാൻ പോകുന്നതെന്നൊക്കെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നല്ലൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡയറ്റും എക്സസൈസ് പ്ലാനും കൂടി ചെയ്യുകയാണെങ്കിൽ പോലും അതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വീക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. 2 വീക്സ് ആകുമ്പോഴേ അതിന് നമുക്കൊരു എന്തെങ്കിലും വിസിബിൾ ചേഞ്ച് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാണാൻ പറ്റത്തുള്ളൂ. 3rd വീക്ക് അല്ലെങ്കിൽ ഒരു 4th വീക്കൊക്കെ ആകുമ്പോഴേക്കാണ് മറ്റുള്ളവർക്ക് അതിൽ നമ്മളെ ബോഡിയിൽ വന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ നമ്മൾ തടി കുറഞ്ഞിക്കണോ അല്ലെങ്കിൽ സ്കിന്ന് ക്ലിയർ ആയിക്കണോ, ചെറിയ ചേഞ്ചസ് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ ഏകദേശം 3 or to 4 വീക്സ് എടുക്കും. അപ്പം നമ്മൾ ഒരു 2 ദിവസം കൊണ്ട് നമുക്കൊരു മെയിൽ വരുന്നു, നമ്മളത് പ്രൊഡക്റ്റിനെ ജസ്റ്റ് നമ്മളൊരു ടൂർ പോയതുകൊണ്ട് ടാൻ അടിച്ചു, ഈ പാക്ക് ഉപയോഗിച്ചപ്പോൾ നമുക്ക് നല്ല വിസിബിൾ റിസൾട്ട് കിട്ടി, അല്ലെങ്കിൽ ഹെയർ ഫ്രിസി ആയിരുന്നു ഇത് യൂസ് ചെയ്തപ്പോൾ നമുക്ക് നല്ല വിസിബിൾ കിട്ടിയെന്ന് ഒരു 1 or 2 യൂസ് കൊണ്ട് ഒരിക്കലും പറയാൻ കഴിയില്ല അല്ലേ. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഡയറ്റോ അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എത്രത്തോളം അതിന് കൺസിസ്റ്റൻ്റ് ആയി നിന്നാലാണ് ആ ചേഞ്ചസ് നമുക്ക് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പരസ്യ പ്രൊഡക്ട്സ് കൊണ്ട് നമുക്ക് അവർ പറയുന്ന വാക്കുകളിൽ മാത്രം നമ്മൾ വിശ്വസിക്കരുത്. അവരൊരു ബിസിനസ് അല്ലെങ്കിൽ അവരൊരു കോണ്ടന്റ് തന്നെയാണ് അത് അവർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. നമ്മൾ പക്ഷേ ഇത് ഭയങ്കര ഈസി അല്ലേ, നമ്മൾ ടി വി കാണുന്ന ഒരു പരസ്യം പോലെ അല്ല. നമുക്ക് ആ കമൻറ്റിൻ്റെ സെക്ഷനിൽ പോയിട്ട് ഒരു ലിങ്ക് അയച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ മൈൻഡിൽ ഇത് വാങ്ങണം എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കമൻറ്റ് സെക്ഷനിൽ പോയി ലിങ്ക് അയക്കുന്നു, അവർ പ്രൊഡക്റ്റ് തരുന്നു, നമ്മൾ നേരെ അത് സെർച്ച് ചെയ്ത് വാങ്ങുന്നു, UPI വാങ്ങുന്നു. നമുക്ക് ഒരു സെക്കൻഡ് തോട്ടിനുള്ളൊരു എന്താ പറയുക ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികളെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നിറമില്ല അല്ലെങ്കിൽ മുടിയില്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ റിലേറ്റീവ്സൊക്കെ പറയുമ്പോൾ അവരിങ്ങനത്തെ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ ഇത് നമ്മളിങ്ങനെ കാണുകയാണെങ്കിൽ യൂട്യൂബിൽ കൂടെ ഒക്കെ കാണുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കാര്യത്തിലാകുമ്പോൾ ഒന്ന് ഓക്കെ എത്ര പൈസയല്ലോ ഒന്നൊരു ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നുള്ള രീതിയിൽ നമ്മളത് പോയി വാങ്ങിക്കും. അങ്ങനെ 1-2 പേര് വാങ്ങിച്ചാൽ മതി. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെയാണ്. അപ്പം നിങ്ങൾ മാക്സിമം ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് റിസർച്ച് ചെയ്ത് എത്രത്തോളം നല്ലതാണ്, എത്ര ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ട്, ജെന്യുവിൻ റിവ്യൂസ് നോക്കിയിട്ട് വാങ്ങുക. അപ്പോൾ അവരോട് ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന് അങ്ങനെയൊന്നുമല്ല നമ്മൾ പറയുന്നത്. ഇപ്പം ബ്യൂട്ടി വ്ളോഗേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ജെന്യുവിൻ റിവ്യൂസ് ആ പ്രൊഡക്ട്സിനെ പറ്റി പറയാം. അല്ലെങ്കിൽ ഈ കഫേ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വ്ളോഗേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കഴിച്ച ഫുഡിനെ പറ്റി അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൻ്റെ സർവീസിനെ പറ്റി നല്ല രീതിയിലുള്ള ജെന്യുവിൻ റിവ്യൂസ് പറയാം. നെഗറ്റീവ് ക്രിറ്റിസൈസിങ് അല്ല, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ പോലെ അവർക്ക് പറയാം. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഷോപ്പിൽ നല്ല ഡിസ്കൗണ്ട് സെയിലാണ്, നല്ല കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 30% ഡിസ്കൗണ്ട് സെക്ഷനായിരിക്കും അവർ കളക്ഷൻസ് എടുത്ത് കാണിച്ചിട്ട് നമ്മളോട് പറയും 50%. അപ്പോൾ നമ്മൾ ആ റീൽസ് നല്ല ചുരിദാർ 50% അല്ലെങ്കിൽ 70% ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോവും. പക്ഷെ അവിടെ ശരിക്കും അത് 30% അല്ലെങ്കിൽ 50%, 70% ഓഫ് സെക്ഷനിലൊന്നും കാണത്തില്ല. അപ്പം അങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ ജെനുവിൻ റിവ്യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വെറുതെ കുറേ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ കുറേ വ്ളോഗേഴ്സിൻ്റെ ഇത് കണ്ടിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ആവാതെ പോകരുത്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടതുകൊണ്ട് എന്ത് യൂസ് ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിപ്പിച്ചോ, നിങ്ങൾക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങൾ അതിലുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഡെയിലി ലൈഫിൽ
എന്താ പറയുക പ്രാവർത്തികമാക്കാൻ പറ്റിയ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അങ്ങനെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ്റിനെ ഒന്ന് അനലൈസ് ചെയ്യുക. എന്താണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉപയോഗം ഉണ്ടായത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റിലാക്സേഷൻ ആയോ. അല്ലാതെ വെറുതെ നമ്മളിപ്പം ഇന്നലെ ഞാൻ ഇപ്പോൾ ഒരു ഇത് കണ്ടു, എന്താ പോൺസിൻ്റെ ഒരു പൗഡറിൻ്റെ ടബ് വാങ്ങിയിട്ട് ജസ്റ്റ് കൊട്ടി എത്ര കൊട്ടുമ്പോഴാണ് അതിലെ പൗഡർ തീരുന്നത്, അങ്ങനെ 461 അങ്ങനെ എന്താ അവർ പറഞ്ഞു. അതിപ്പോൾ അവർ പറയുന്നത് ശരിയാണല്ലേ, അതുകൊണ്ട് നമുക്ക് എന്താ ഉപയോഗമുള്ളത്. അല്ലെങ്കിൽ രാവിലെ ആഫ്റ്റർനൂൺ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, മക്കളെ വിളിച്ചു കൊണ്ടുവരുന്നു, കിടക്കുന്നു, ഇതൊക്കെ എല്ലാവരുടെ ലൈഫിലും നടക്കുന്നതല്ലേ. ഇതൊന്നും കണ്ടിട്ട് നമുക്കൊന്നും വലിയ കാര്യം കിട്ടാനില്ല. അതേസമയം നമ്മളെ സൊസൈറ്റിയിൽ നിന്ന് എന്തൊക്കെ നടക്കുന്നുണ്ട്, ഒരു മനുഷ്യജീവി അല്ലെങ്കിൽ സമൂഹ ജീവി എന്നുള്ളതിൽ സമൂഹത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഓരോ ആൾക്കാർക്കും അതൊക്കെ ചെയ്യാൻ പറ്റും. ഈവൻ നമ്മളെ മക്കളിലൂടെയെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അപ്ഡേറ്റ് ആക്കിയിരിക്കുക, അതിന് പറ്റിയ കാര്യങ്ങൾ നോക്കുക. കാരണം ഇപ്പം എന്ന് വെച്ചാൽ പഠിച്ചിട്ട് പോലും പണി കിട്ടാത്തൊരു കാലമാണ്. AI വന്നു കഴിഞ്ഞാൽ കുറേ ജോബ് റീപ്ലേസ് ആവും. അപ്പം അങ്ങനെ എന്താ പറയുക, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലും അതിൻ്റെ കൂടെ നമ്മളും വളരണം. അല്ലാതെ നമ്മൾ ഈ യൂട്യൂബിലുള്ള കാര്യങ്ങൾ കണ്ട് നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാതെ പോകരുത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കണ്ടൻറ്റുകൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. കാരണം നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഇതാണ് അടുത്ത വീട്ടിൽ എന്തൊക്കെ നടക്കണം എന്നുള്ളത് അറിയാനുള്ളൊരിത്. അപ്പം അങ്ങനെ കാണുന്നതുകൊണ്ട് അല്ലെങ്കിൽ അവർ ആ വ്ളോഗ്സ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ സന്തോഷത്തിൽ നമ്മളും പങ്കിടും, അവരുടെ സങ്കടത്തിലും നമ്മൾ ചേരും, അതൊക്കെ നല്ലതാണ്. പക്ഷേ എല്ലാവരും ഇത് ഇരുന്ന് കാണാതെ നിങ്ങൾക്ക് കൂടുതൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് കൂടുതലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരിത് ഇരുന്ന് കാണുക. കാരണം നിങ്ങൾ 3 to 4 hours കുറേ പേര് ഇത് കണ്ടു കഴിഞ്ഞാൽ വേസ്റ്റ് ആവും. അപ്പം അതിലേക്ക് പോവാതിരിക്കാൻ നോക്കുക. മക്കളോടാണെങ്കിലും പറഞ്ഞു കൊടുക്കുക. കാരണം മക്കൾക്കൊക്കെ പല ഇൻഫ്ലുവൻസേഴ്സിനെ അറിയാൻ പറ്റും. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഈ ആഭ്യന്തരമന്ത്രിനെയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മന്ത്രിയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ നടക്കുന്ന കാര്യങ്ങളോ അതൊന്നും അവർക്ക് അറിയണമെന്നില്ല. അപ്പോൾ നമ്മളെ സമൂഹത്തിനെ പറ്റി, നമ്മളെ രാഷ്ട്രീയത്തെ പറ്റി, നമ്മളെ ജീവിതത്തെ പറ്റി അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അവർക്ക് അതിനോട് കുറച്ച് ഇൻട്രസ്റ്റ് തോന്നിപ്പിക്കുക. ചുറ്റുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. അത് ഈ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ അവരൊരു ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് നോക്കലാണ്. പഠിക്കുന്ന ഇടയിൽ ഒരു സ്റ്റഡി ബ്രേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ആ ബ്രേക്കിൽ അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്ക്രോൾ ചെയ്ത് തിരിച്ച് പിന്നെ സ്റ്റഡീസിലേക്ക് ഗെറ്റ് ബാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു ചാനലിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കാര്യം പറയാൻ ഞാൻ തന്നെ ഇതിൽ അഡിക്റ്റായിട്ട് കുറേ കാലമായി. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയും പുറത്ത് വരണം എന്നുള്ളത് ആ ഒരു തോന്നൽ എനിക്ക് തോന്നിയതുകൊണ്ട്. അല്ലെങ്കിൽ എന്നെപ്പോലെ ഇതേപോലെ കണ്ട് ഓൺലൈൻ പർച്ചേസൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു ഡ്രസ്സ് കാണുമ്പോഴത്തേക്കും അല്ലെ ഭയങ്കര ഇതായാലും ഒരു പ്രൊഡക്റ്റ് കാണുമ്പോഴത്തേക്കും അത് ഫേസിൻ്റെ ആയാലും സ്കിന്നിൻ്റെ ആയാലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ എന്തൂസിയാസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക. ബിക്കോസ് നമ്മളൊരു ട്രാപ്പിൽ പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ കൂടുക. ഞാൻ ഉറപ്പ് തരാണ്, ഇതിലുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, ഈ ചാനലിലുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്കൊരു അറിവ് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. അല്ലാതെ വെറുതെ കണ്ട് വേസ്റ്റ് ആക്കുന്നതാവില്ല. അങ്ങനെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ജേർണിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതേപോലെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഇങ്ങനെ ഓൺലൈൻ പർച്ചേസ് ഉണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഫുൾ ടൈം യൂട്യൂബ്സ് വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഇതുപോലെ എക്സ്പീരിയൻസ്, ഫേക്ക് പ്രൊമോഷൻസിൽ പെട്ട എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടോ റിലേറ്റീവ്സിനോടോ ആരോടും പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഇത് വീഡിയോ ആരെങ്കിലും കാണുകയാണെങ്കിൽ അങ്ങനെ കണ്ട് അവർക്ക് ഈ കണ്ടൻറ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് ഇതിലൂടെ എന്തെങ്കിലും യൂസ്ഫുൾ ഉണ്ടെങ്കിൽ മാത്രം അവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയാൽ മതി. അല്ലാതെ ഞാൻ ആരെയും പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യിക്കുന്നില്ല. നിങ്ങളോടും അതെന്നാ പറയുന്നത്. പിന്നെ ഫസ്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വീഡിയോസിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ കറക്ഷൻസോ ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നാൽ ശരി. അപ്പോൾ ഞാൻ നിങ്ങളുടെ ലൈഫ് ഗുരു അല്ലേ, പേരിലുള്ള പോലെ തന്നെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പഠിക്കാം, ജീവിക്കാം, വളരാം. എന്തായാലും നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോണ്ടൻ്റ് ആയിട്ടായിരിക്കും വരിക. സോ ടാറ്റാ.